മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥർക്കായി പള്ളിയാമൂലാചാലിൽ ഭഗവതി ക്ഷേത്രത്തിനടുത്തായി പണിത ആസ്ഥാന മന്ദിരമായ കണ്ണൂർ മറൈനേഴ്സ് ക്ലബിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 11 കാലത്ത് 10 മണിക്ക് MV വനജാക്ഷി നിർവഹിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ KKP നമ്പ്യാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ കാസർകോടും കോഴിക്കോടും ക്ലബ്ബ് നിലവിലുണ്ട്. 1.5 കോടിയിൽ പരം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ വിനോദസഞ്ചാരികൾക്കും മറ്റും താമസിക്കാനായി മുറികൾ വാടകയ്ക്ക് നൽകാനും സൗകര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർ തുളസീധരൻ T, ക്യാപ്റ്റൻ ഗിരിധർ, ക്യാപ്റ്റൻ മനോജ് കുമാർ, ശ്രാവൺ കുമാർ PK എന്നിവരും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഉണ്ട്. ഞങ്ങളിതുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പോർട്ട് അതോറിറ്റീസിന് നമ്മളുടെ അഴീക്കൽ പോർട്ട് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പോർട്ട് ഓഫീസിലുള്ള സമയത്ത് ഞങ്ങൾ ബിൽഡിംഗ് സന്ദർശിച്ചു. ഞങ്ങളെ കൂട്ടിയിട്ട് അവരവരുടെ പോർട്ടിൽ പോയി. അവിടെ അവർക്ക് ഒരു ടെക്നിക്കൽ ഒരു പ്രോബ്ലം ഉള്ള സമയത്ത് ഞങ്ങൾക്ക് പോയിട്ട് അവർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ആ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളോട് ചെയ്യും. അതുകൂടാണ്ട് ഇപ്പോൾ കണ്ണൂരിപ്പം ഈ പോർട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഷിപ്സൊക്കെ ഇവിടെ വരും. അതും എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഷിപ്പിനോ അല്ലെങ്കിൽ വല്ല നാവിഗേഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളെ കൂടെ ഒരുപാട് ക്യാപ്റ്റൻസും ചീഫ് എഞ്ചിനീയേഴ്സും ഷിപ്പിംഗ് ഓണേഴ്സ് അതുമാതിരി ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്റ്റിൽ നാട്ടിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്ലബ്ബുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ, അതായത് നാവിഗേഷണൽ ഹസാർഡ് എന്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലം, എൻജിൻ പ്രോബ്ലം അങ്ങനെ എന്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതായിരിക്കും. അതുമാതിരി നമ്മുടെ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതുമാതിരി എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി വന്നാൽ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ കൊടുക്കാനും കൂടി ഞങ്ങൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് ലോകം മുഴുവൻ എത്രയോ കാലങ്ങളായിട്ട് സഞ്ചരിച്ചിട്ട് പല പോർട്ടിൽ നിന്നും പല നാട്ടിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഞങ്ങളുടെ സെയിലിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പം 44 ഇയേഴ്സ് സീ ലൈഫിലാണ്. അതിലൊരു 24 ഇയേഴ്സ് ചീഫ് എഞ്ചിനീയറായിട്ട് സെയിൽ ചെയ്ത ആളാണ്. അതുമാതിരി എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം എത്രയോ കാലമായിട്ട് ക്യാപ്റ്റനും മറ്റ് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സുമായിട്ട് സെയിൽ ചെയ്യുന്നവരാണ്. അതുമാതിരി ഷിപ്പിങ്ങിൻ്റെ ഓണേഴ്സും മറ്റേ ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന അക്യൂറേറ്റ് ആയിട്ടുള്ള നോളജ് ഞങ്ങൾക്ക് അവർക്ക് ഇമ്പാർട്ട് ചെയ്തിട്ട് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഇതിൽ ഗെറ്റ് ടുഗദറിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ നമ്മളുടെ സീമൻ അല്ലെങ്കിൽ ഓഫീസേഴ്സ് അതുമാതിരി ടെക്നിക്കൽ സ്റ്റാഫ് നാവിഗേറ്റിംഗ് ഓഫീസേഴ്സ് കൂടാണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരും ഞങ്ങളും ഷിപ്പിംഗ് കമ്പനീസുമായിട്ടും ബാക്കി ഇൻഡസ്ട്രി ആയിട്ടെല്ലാം ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അന്യോന്യം കോർഡിനേറ്റ് ചെയ്തിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുതുതായിട്ട് ഷിപ്പിംഗ് ലൈഫിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഒന്നാമത് ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ ഞങ്ങളുടെ ക്ലബിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പല കമ്പനിയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അറിഞ്ഞിട്ട് അവർക്ക് പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസും പുതിയ തൊഴിലവസരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി ഷിപ്പിംഗ് ലൈഫിൽ നിന്ന് പുറത്ത് ജോലി ചെയ്യണമെന്ന ആൾക്കാർക്ക് ബാക്കിയുള്ള കമ്പനീസുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഞങ്ങളുടെ കമ്പനീസ് ഉണ്ട്. ഫാമിലി മെമ്പേഴ്സിന് വല്ലപ്പോഴും ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വല്ല കല്യാണം, ഒരു മീറ്റിംഗ് സ്പേസ് അവിടെ ഉണ്ട്, ഹാളുണ്ട്. ഇതൊക്കെ നടത്താൻ നല്ലൊരു വിശാലമായ ഒരു ഏരിയ, ഗെറ്റ് ടുഗദർ, വെക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം, ന്യൂ ഇയർ ആഘോഷം, ഓണം അങ്ങനെയുള്ളതൊക്കെ ആഘോഷങ്ങൾ വല്ല കുട്ടികളുടെ ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടെങ്കിൽ അതിനൊരു മീറ്റിംഗ് സ്പേസ് അവിടെ ഉണ്ട്. ഇതൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ മീറ്റിംഗ് ഹാളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുമാതിരി നമ്മളുടെ പൊതുവായിട്ട് ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടെങ്കിൽ